കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ ലീഗ് നേതാവിൻ്റെ അധിക്ഷേപ പരാമർശം. കായംകുളം UDF മണ്ഡലം കൺവീനർ A ഇർഷാദാണ് പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പനയ്ക്കാക്കി വെച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ എത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് പറയുവാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായക പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് തിരിച്ചു വരുവാൻ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, വളരെ മോശമായിട്ടാണല്ലോ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയെക്കുറിച്ച് പറഞ്ഞ UDF നേതാവ് സംസാരിച്ചത്. കായംകുളത്ത് തന്നെയാണോ ഇത്? അവിടെ മണ്ഡലം കൺവെൻഷനിലാണോ ഇയാളുടെ ഈ പ്രസംഗം? ആരാണ് ഇയാൾ? ശരത്ത്, കഴിഞ്ഞ ദിവസം നടന്ന കായംകുളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിലാണ് മുസ്ലിം ലീഗ് നേതാവാണ് ഇർഷാദ് എന്ന് പറയുന്ന ഈ യുവ നേതാവ്. അദ്ദേഹം UDFൻ്റെ ചെയർമാൻ കൂടിയാണ്. അങ്ങനെ വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് യു പ്രതിഭയ്ക്കെതിരെ ഇത്രയും വളരെ മോശമായ രീതിയിലുള്ളൊരു പരാമർശം നടത്തിയിരിക്കുന്ന. അവരുടെ നാക്ചാതുര്യം കൊണ്ടും അതോടൊപ്പം തന്നെ അവരുടെ ശരീരഭംഗി വിറ്റും ഇങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. അത്ര മോശമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അധിക്ഷേപത്തിൽ നമുക്കറിയാം, കോൺഗ്രസ്സുകാരുടെ പലരുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലിപ്പം ഏറ്റവും ഒടുവിലാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് നിന്ന് ഇങ്ങനെ ഒരെണ്ണം കേൾക്കാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് CS സുജാതയും CPM നേതാവായിട്ടുള്ള CS സുജാതയും ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. വളരെ മോശം പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കുള്ളിൽ വരുന്നത്. യു പ്രതിഭയും ഈ സംഭവത്തിൽ ഇദ്ദേഹം മുസ്ലിം ലീഗുകാരനാണെന്നാണ് ഷാജഹാൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് ഇത്തവണ 2 സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കുറച്ച് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ മനോഭാവം വെച്ച് ഇവരെല്ലാം ഇങ്ങനെ വോട്ട് പിടിക്കുന്നു എന്നാണോ ഈ നേതാവ് ധരിച്ചു വെച്ചിരിക്കുന്നത്? സ്ത്രീകൾ സ്ഥാനാർത്ഥികളായാൽ ഇങ്ങനെ വോട്ട് പിടിക്കുന്നവരാണ് എന്നാണോ ഈ മനോഭാവം? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. കാര്യം മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവന വന്ന സാഹചര്യത്തിൽ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഒരു പക്ഷേ അവരിങ്ങനെ ഒരു പ്രസ്താവന അയാൾ നടത്തേണ്ടി വന്നിരിക്കുന്നത്. അത് ഒരു LDF സ്ഥാനാർത്ഥിക്കെതിരെയാണ്. പക്ഷേ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ UDFൽ ഇത്തരം സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉണ്ടാകാം. അത് ഉദ്ധരിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ യു പ്രതിഭ എന്നുള്ള അഭിഭാഷകയായിട്ടുള്ള കായംകുളത്തെ ഏറ്റവും മികച്ച ഒരു ജനപ്രതിയായിട്ട് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട യു പ്രതിഭയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കായംകുളത്ത് ഒട്ടനവധി വികസനങ്ങളാണ് യു പ്രതിഭ നടത്തിയിരിക്കുന്നത്. ഇനിയും തുടർഭരണം വരികയാണെങ്കിൽ ഒട്ടനവധി വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡ് അടക്കം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് യു പ്രതിഭയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണോ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള M ലിജു കരഞ്ഞത്? അതായത് തുടർച്ചയായി തോറ്റുപോകുന്നത് ഓർത്തും പറഞ്ഞും M ലിജു കരഞ്ഞത് ഈ കൺവെൻഷനിലാണോ? അത് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടെ നടന്ന് വോട്ട് പിടിക്കാൻ ഇതുപോലെയുള്ള കായംകുളത്തെ നേതാക്കന്മാരാണ് ലിജുവിൻ്റെ കൂടെയെങ്കിൽ ലിജു ഇനിയും കരയേണ്ടി വരും. തീർച്ചയായിട്ടും ശരത്ത് പറഞ്ഞ 100% ശരിയാണ്. കാര്യം KC വേണുഗോപാൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരം ഒരു പരാമർശം, അതിൻ്റെ ഉള്ളിലാണ് ഇത്രയും ഒരു പരാമർശം ഉണ്ടായത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും ലിജു മത്സരിക്കാൻ വരുന്നു എന്നുള്ളൊരു വാർത്ത പരന്ന സാഹചര്യത്തിലാണ് വ്യാപകമായ രീതിയിൽ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിലിങ്ങനെയായിരുന്നു. കാര്യം സ്ഥിരമായിട്ട് തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പുതിയതായിട്ടൊരു യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഒരാളെ കൊണ്ട് നിർത്തി തോൽപ്പിച്ചാൽ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് തോൽക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചരണം അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ലിജു കായംകുളത്തേക്ക് മത്സരിക്കാനായിട്ട് ചെന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു വളരെ വ്യാപകമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിന് കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുപോലത്തെ ഇപ്പോൾ നമുക്കറിയാം, ഇതുപോലത്തെ ആളുകളാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണെങ്കിലും ആളുകളൊക്കെ തന്നെ മൈക്ക് കെട്ടി ഇതുപോലെ പരസ്യമായിട്ട് സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും UDF സ്ഥാനാർത്ഥിയെ ബാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് LDF നേതൃത്വം.
വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചത്. ഇതിനെതിരെ നിയമ നടപടികൾ ഇർഷാദ് എന്ന മുസ്ലിം ലീഗ് നേതാവിനെതിരെ കായംകുളത്ത് നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുകയാണ് LDF എന്നുള്ളതാണ്. കേരളത്തിൽ പൊതുരംഗത്ത് ഇപ്പോൾ മത്സരരംഗത്ത് നിൽക്കുന്ന മുഴുവൻ വനിതാ സ്ഥാനാർത്ഥികളെയും അപകീർത്തിപ്പെടുത്തുന്ന, അവഹേളിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ ഇർഷാദിൻ്റെ ഈ പ്രയോഗം, ഈ പരാമർശം വന്നിട്ടുള്ളത്. അത് യു പ്രതിഭ എന്ന് പറയുന്ന അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായും അല്ലാതെയും ഒക്കെ മത്സരിക്കുന്നവരെയൊക്കെ ഈ വിധം കാണുന്ന മനോഭാവം, ആ മനോഭാവത്തിൻ്റെ ഉടമയാണ് ഈ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ തുടങ്ങുന്നത്. ആ നിലയിൽ സ്ഥാനാർത്ഥികളെ, വനിതാ സ്ഥാനാർത്ഥികളെ അധിക്ഷേപിക്കുന്ന, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിൽ വളരെ പരസ്യമായ ഒരു പരസ്യമായ നിലപാടാണ് ഈ ലീഗ് നേതാവ് കായംകുളത്ത് സ്വീകരിച്ചത്. വലിയ പ്രതിഷേധവും വിമർശനവും ഇതിനെതിരെ ഉയരുന്നു എന്നതുകൂടിയുണ്ട്. LDF നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്.